ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധം തുടങ്ങുകയാണ്. ഇതിൽ ആദ്യം പറയുന്നത് 1-ാം അധ്യായത്തിൽ പ്രിയവ്രതൻ്റെ കഥ. അതായത് നമ്മൾ മനു ശതരൂപ ദമ്പതികളുടെ 2 പുത്രന്മാരും 3 പുത്രിമാരുമുണ്ട്. അതിൽ ഉത്താനപാദൻ, പ്രിയവ്രതൻ 2 ആൺമക്കളും, ആകൂതി, ദേവഹൂതി, പ്രസൂതി 3 പെൺമക്കളും. അങ്ങനെ 3 പെൺമക്കൾ ആദ്യം, അത് കഴിഞ്ഞ 2 ആൺമക്കൾ. അതിൽ പ്രിയവ്രതൻ്റെ കഥയാണ് ഇനി പറയുന്നത്. രാജോവാച പ്രിയവ്രതോ ഭാഗവത ആത്മാരാമ കഥം മുനെ ഗൃഹേ രമയ യന്മൂല കർമ്മബന്ധപരാ ഭവഃ. രാജാവ് പറഞ്ഞല്ലയോ മുനെ, പരമഭക്തനും ആത്മാവിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവനുമായ പ്രിയവ്രതൻ എങ്ങനെ ഗൃഹത്തിൽ കുറേ കാലം സുഖിച്ച് ജീവിച്ചു, സുഖമായിട്ട് കഴിഞ്ഞുകൂടി. കർമ്മം കൊണ്ടുള്ള ബന്ധം ആത്മസ്വരൂപത്തിനെ വേറെ ആയിട്ട് കാണുന്ന ആ ഗൃഹം കൊണ്ടാണല്ലോ, ഗൃഹത്തിന് ഉള്ളിലായതുകൊണ്ടാണല്ലോ കർമ്മം കൊണ്ടുള്ള ബന്ധം ഉണ്ടാകുന്നത്. ഗൃഹത്തിലായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ആ പ്രശ്നം വരികയില്ലല്ലോ. അതുപോലെ ആത്മസ്വരൂപത്തിനെ, നമ്മളുടെ ആത്മാവിനെ മനസ്സിലാക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, അത് തിരസ്കരിക്കുന്നത്, ആത്മസ്വരൂപത്തിനെ കാണാൻ കഴിയാതെ വരുന്നതും ഗൃഹത്തിൻ്റെ ജീവിതം കൊണ്ടാണല്ലോ, ഗൃഹത്തിലെ ജീവിതം കൊണ്ടാണല്ലോ എന്നാണ്. അതെങ്ങനെയാണ് അപ്പോൾ പ്രിയവ്രതൻ അവിടെ ജീവിച്ചത്, ഗൃഹത്തിൽ ജീവിച്ചെന്നും രാജ്യം ഭരിച്ചെന്നുമൊക്കെ പറയുന്നത് എന്താണെന്ന്. നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭ ഗൃഹേഷു അഭിനിവേശോയം പുംസാം ഭവിതുമർഹതി. ഗൃഹേഷു അഭിനിവേശോയം എന്ന് വായിച്ചാൽ മതി, പദം പിരിച്ച് ഞാനങ്ങ് വായിച്ചെന്നേ ഉള്ളൂ. ഗൃഹേഷു അഭിനിവേശോയം പുംസാം ഭവിതുമർഹതി. അല്ലയോ മുനിശ്രേഷ്ഠ ദ്വിജർഷഭ, ഈ എന്തിൽ നിന്നും വിരക്തരായിട്ടുള്ള വിരക്തമായ വ്യക്തിത്വമുള്ള ആളിന് ഈ തരത്തിലുള്ള ഗൃഹത്തിൽ എങ്ങനെ അഭിനിവേശം ഉണ്ടായി? ഉണ്ടാകാനിടയില്ലല്ലോ, അത് തീർച്ചയാണ്. അതെങ്ങനെയാണ് അതുകൊണ്ട് അത് ഉണ്ടായത് എന്ന് ചോദിക്കുക. ഗൃഹത്തിൽ ഇത്ര അഭിനിവേശം ഈ പ്രിയവ്രതന് എങ്ങനെയുണ്ടായി? എങ്ങനെയുള്ള ആളാണ്? സംഘം വേണ്ട, ഒന്നിനോടും സംഘമില്ലാതെ, ഒന്നിനോടും ഒട്ടലില്ലാതെ നിൽക്കുന്ന ഈ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇതുപോലെയുള്ള ഗൃഹത്തിൽ അഭിനിവേശം ഉണ്ടാകാൻ ഇടയില്ലാത്തതല്ലേ? അതെങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തിനുണ്ടായതെന്ന്. മഹതാം ഖലു വിപ്രർഷേ ഉത്തമ ശ്ലോകപാദയോ ഛായാ നിർവൃതചിത്താനാം ന കുടുംബേ സ്പൃഹാമതി. മഹതാം ഖലു വിപ്രർഷേ ഉത്തമ ശ്ലോകപാദയോ ഛായാ നിർവൃതചിത്താനാം ന കുടുംബേ സ്പൃഹാമതി. ഈ പുണ്യകീർത്തിയുള്ള ഭഗവാന്റെ പാദത്തിൻ്റെ ആ നിഴൽ കൊണ്ട് തന്നെ പരമാനന്ദം ഉണ്ടാക്കുന്ന ആ അതായത് ഭഗവാന്റെ നിഴൽ കണ്ടാൽ പോലും ആദരിക്കുന്ന, അതുപോലെ ആനന്ദം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഇതുപോലത്തെ വിശിഷ്ടമായ വലിയ പ്രഭാവമുള്ള ഒരു വ്യക്തിക്ക്, ഇങ്ങനത്തെയുള്ള വ്യക്തികൾക്ക് ഈ കുടുംബം മുതലായതിൽ ആസക്തമായ ബുദ്ധി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതിനൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അതിന് സംശയമായിട്ട് ചോദിക്കുന്ന സംശയോയം മഹാൻ ബ്രഹ്മൻ ധാരാകാരസുതാദിഷു സക്തസ്യ യത് സിദ്ധിരഭോത് കൃഷ്ണേ. അവിടെ വരെ വായിക്കണം. സക്തസ്യ യത് സിദ്ധിരഭോത് കൃഷ്ണേ ച മതിരച്യുത. പത്നി, അതുപോലെ വീട്, മക്കൾ എന്നിവയിൽ സക്തനായവന് മുക്തിയും അതുപോലെ തന്നെ എല്ലാം സത്യചിത്ത ആനന്ദമൂർത്തിയായ ആ ഭഗവാനിൽ അടിയുറച്ച വിശ്വാസവും, എന്നുവെച്ചാൽ സംശയമില്ലാത്ത ബുദ്ധി, ഭഗവാനാണ് സർവസ്വം എന്നുള്ള ബുദ്ധി എങ്ങനെ ഉണ്ടായി എന്നും സംശയമുണ്ട്. കാരണം ഈ മറ്റേതിലൊക്കെ ചിന്തിച്ച് ജീവിച്ച് കഴിയുന്ന ആളിന് ഇത് സത്യമാണെന്ന് എങ്ങനെ തോന്നി, ഇതാണ് സത്യമെന്ന് തോന്നുകയും ചെയ്യുന്നു. രണ്ടും കൂടി ഒരു വിരുദ്ധമാണല്ലോ അതായത് നമ്മുടെ ഒരു അവസ്ഥയാണ് പ്രിയവ്രതൻ്റേത്. അതെങ്ങനെയാണെന്ന് രാജാവ് ചോദിക്കുന്നത്. രാജാവാണ് നമ്മുടെ പരീക്ഷിത് രാജാവ്.
ബാഢമുക്തം ഭഗവത ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദ മകരന്ദരസ ആവേശിതചേതസോ ഭാഗവത പരമഹംസ ദയിതകഥാം കിഞ്ചിത് അന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിന്വന്തി. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മളൊരു കുറച്ച് ഭാഗം ഗദ്യമായിട്ട് വായിക്കുകയുണ്ടായി. അതുപോലത്തെ ഒരു ഗദ്യഭാഗമാണ് ഇത്. അതിന് നമ്പർ ഇട്ടിട്ടുണ്ട്. അവിടെ വരെയാണ് ഒരു ഇതായിട്ട് നമ്മൾ അർത്ഥം പറയുന്നത്. ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്ന പോലെ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥമായിട്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നതും അതങ്ങനെയാണ് വായിക്കുന്നതും. ബാഢമുക്തം ഭഗവത ഉത്തമ ശ്ലോകസ്യ ശ്രീമത് ചരണാരവിന്ദ മകരന്ദരസ ആവേശിതചേതസോ ഭാഗവത പരമ ഹംസദയിതകഥാം. അവിടെയൊക്കെ കോമ ഇട്ടോ. കിഞ്ചിത് അന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിന്വന്തി. പരമമായ ഭക്തന്മാർക്ക് ഗൃഹ മുതലായവയിൽ ഒട്ടും തന്നെ വളരെയധികമായിട്ടുള്ള അഭിനിവേശം ഒന്നും ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. ശ്രീശുഖം പറയുന്ന കേട്ടോ. ശ്രീശുഖ ഉവാച ഞാൻ പറഞ്ഞു വിട്ടുപോയി. അത് ശ്രീശുഖ ഉവാച. അപ്പം രാജാവിന് ഈ 4 സംശയങ്ങളുണ്ടായി. അത് തീർത്ത് കൊടുക്കുകയാണ്. ശ്രീശുഖൻ ഇതുപോലെ ഈ പ്രകാരം പറഞ്ഞു. രാജാവ് പറഞ്ഞത് ശരിയാണ്. എന്നാലും പ്രാരബ്ധത്തിൽ കുറച്ചു കാലം മുഴുകിയതിന് ശേഷം നിവൃത്തി വരാം. കുറച്ച് നാൾ ഗൃഹാദികളിലൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് മാറ്റം ചിന്തിച്ച് തുടങ്ങുകയും ചെയ്യാമല്ലോ. അതുപോലെ ഭഗവാന്റെ പാദപത്മത്തിൻ്റെ മകരന്ദ രസത്തിൽ തന്നെ അതിനകത്ത് ഭഗവാന്റെ പാദത്തിൽ ഭക്തിയുള്ളവരായിട്ടുള്ള ഭക്തന്മാർ വിഘ്നത്താൽ അല്പം ഒന്ന് തടയപ്പെട്ടാലും കുറച്ച് ഓരോ ഈ പ്രാരബ്ധം കൊണ്ടുണ്ടാകുന്ന ആ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അവർ ഭഗവാന്റെ ലീലകളിൽ, ഭഗവാൻ കളിക്കുന്ന കളിയാണല്ലോ ഈ ലോകം മുഴുവൻ നടക്കുന്നത്, ആ ഭഗവാന്റെ ലീലകളിലും അതുപോലെ ഭഗവാന്റെ കീർത്തികളെ ശ്രവിക്കുന്നതിലും അതുപോലെ തന്നെ കീർത്തിക്കുന്നതിലും ഒക്കെ അത് മംഗളമാർഗം ആയിട്ട് കരുതിയിട്ട് അവരതിനെ പൂർണ്ണമായിട്ട് കൈവെടിയുകയില്ല. അത് വേണ്ടെന്ന് വയ്ക്കുകയില്ല, വിട്ടുകളയുകയില്ല. ഭഗവാനോടുള്ള ഭക്തിയും അത് ഭഗവാന്റെ കഥകളും വിലാസങ്ങളും ശ്രവിക്കുന്നതിലും അത് കീർത്തിക്കുന്നതിലും ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതിലും ഒട്ടും വിമുഖത കാണിക്കുകയില്ല. അതായത് നമ്മുടെ അവസ്ഥ. നമ്മൾ എല്ലാം നടത്തുന്നുണ്ട് കാര്യങ്ങൾ. നമ്മൾ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും തന്നെ ഗൃഹസ്ഥകളാണ്. അപ്പോൾ എത്രയോ വീടുകൾ ഒരുപാട് കുടുംബിനികളല്ലേ. അപ്പം നമുക്ക് ഒരുപാട് ചുമതലകൾ നമ്മളിൽ വന്നു ചേരുന്നത്, നമ്മളായിട്ടുണ്ടാക്കുന്നതല്ല, നമ്മളിൽ വന്നു ചേരുന്ന അതെല്ലാം നടത്തിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളും നല്ലോണം ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഓരോ വ്യക്തികളും. അതുപോലെ തന്നെ ഞാനും ഒരു വലിയ ഗൃഹസ്ഥയാണ്. കാരണം സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിലും കൂടുതൽ അംഗങ്ങളുള്ള വീട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം എല്ലാത്തിനും ചുമതല നമുക്കുണ്ട്. എന്നിട്ടും നമുക്കിതിനോട് ഇഷ്ടം തോന്നുന്നത് ആ ഭഗവാനോടുള്ള ആ സ്നേഹം ഭക്തിയൊക്കെ കൊണ്ടാണ്. യർഹി വാവാഹാരാജൻ, ഈ വാവാഹാരാജൻ അതൊക്കെ ചുമ്മാ അതിൻ്റെ അർത്ഥമൊന്നുമില്ല കേട്ടോ. അത് ഞാൻ പഞ്ചമസ്കന്ധത്തിൽ പറയുമ്പോൾ ആദ്യം ഒന്നൊരു ഇൻട്രൊഡക്ഷൻ പറയണമെന്നോർത്താണ്. വെറുതെ ചില വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു വായിക്കുന്നതിനൊരു ഭംഗം വരാതെ ഉള്ളൊരു രീതിയിൽ വായിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. യർഹി വാവാഹാരാജൻ സ രാജപുത്ര പ്രിയവ്രത പരമഭാഗവതോ നാരദസ്യ ചരണോപസേവയാ അഞ്ജസ സാവഗത അഞ്ജസൗ അവഗത പരമാർത്ഥസതത്വോ. കണ്ടോ, ചരണോപസേവയാഞ്ജസൗ അവഗത കേട്ടോ. ഒന്നിച്ച് വായിച്ചാൽ മതി. ചരണോപസേവയാഞ്ജസാവഗത പരമാർത്ഥസതത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ അവനിതല എന്നത് ദീക്ഷിഷ്യമാണോവനിതല അവിടെ വരെ പരിപാലനായ ആംനാഥ അവിടെ കോമ ഇടുക. പ്രവര ഗുണഗണ ഏകാന്തഭാജനതയാ, അങ്ങനെയാണത്. ഗുണൈകാന്തഭാജനതയാ എന്നായത്. ഞാൻ പറയുന്നിടത്തൊക്കെ കോമ ഇട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ വായിച്ച് നോക്കാം. ആംനായത അതൊരു വലിയൊരു കുറേ സമസ്ത പദങ്ങൾ കൂടിയ ഒരു വാക്കായിട്ടാണ്.
പരിപാലനായ അംനാഥ. അവിടം വരെ. പ്രവര ഗുണഗണൈകാന്ത ഭാജനതയാ സ്വപിത്രോ വാ മന്ത്രിതോ ഭഗവതി വാസുദേവ ഏവാവ്യവധാന സമാധിയോഗേന സമാവേശിത സകലകാരക ക്രിയാകലാപോ നൈവാഭ്യനന്ദദ്യ യദപി തദപ്രത്യം ആംനാദവ്യം തദധികരണ ആത്മനോന്യസ്മാദസതോപി പരാഭവമന്വേക്ഷമാണഃ. അവിടം വരെ ഉണ്ടെന്നൂടെ വായിക്കാം. യർഹിഭാവഹരാജൻ സ രാജപുത്ര പ്രിയവ്രത പരമഭാഗവതോ നാരദസ്യ ചരണോപസേവയാഞ്ജസാവഗത പരമാർത്ഥസതത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോപനിതല പരിപാലനായാംനാഥ പ്രവര ഗുണഗണൈകാന്തഭാജനതയാ സ്വപിത്രോപമന്ത്രിതോ ഭഗവതി വാസുദേവ ഏവാവ്യവധാന സമാധിയോഗേന സമാവേശിത സകലകാരക ക്രിയാകലാപോ നൈവാഭ്യനന്ദദ്യദപി തദപ്രത്യാംനാദവ്യം തദധികരണ ആത്മനോന്യസ്മാദസതോപി പരാഭവമന്വേക്ഷമാണഃ. അങ്ങനെ വായിക്കുമ്പം ഒരു ഭംഗിയുണ്ട് വായിക്കുന്ന കേട്ടാൽ. നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട. വായിക്കുന്ന പോലെ നിങ്ങൾക്ക് വരുന്ന ഈണത്തിലങ്ങ് വായിച്ച് വിട്ടാൽ മതി. അത് പരമഭാഗവതൻ, അതായത് പരമഭക്തനായ മനുപുത്രൻ ആണ് പ്രിയവ്രതൻ. മനുവിൻ്റെ പുത്രനാണ്. നാരദനോടുള്ള ഭക്തി കൊണ്ട് പാദസേവയാൽ പ്രയാസം കൂടാതെ എല്ലാം പരമതത്വത്തെ അറിഞ്ഞവനാണ്, മനസ്സിലാക്കിയവനാണ്. അതുപോലെ തന്നെ ബ്രഹ്മസത്രം കൊണ്ട് യജിക്കുവാൻ ആഗ്രഹിക്കുന്നവനുമായ പ്രിയവ്രതൻ രാജ്യപരിപാലനത്തിന് സർവ്വഗുണങ്ങൾക്കും ഇരിപ്പിടമായതിനാൽ പിതാവായ എല്ലാ ഗുണങ്ങളും ഉള്ളയാളായതുകൊണ്ട് തന്നെയാണ് പിതാവായ മനുവിനാൽ നിയുക്തനായിട്ടും പിതാവ് പറഞ്ഞു താൻ രാജ്യം ഭരിച്ചുകൊള്ളുക എന്ന്. എന്നിട്ടും എന്താ ചെയ്ത്? ഭഗവാനിൽ നിരന്തര സമാധിയാൽ ഭഗവാനോടുള്ള അനന്യമായ ഭക്തി കൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ആ പിതൃകൽപ്പന പിതാവിൻ്റെ വാക്കിനെ അലംഘ്യമാണെങ്കിലും രാജ്യപാലനാദികളിൽ പ്രവേശിച്ചാൽ പ്രശ്നമാണെന്ന് മിഥ്യാഭൂതമാണെങ്കിലും അതിൽ നിന്ന് തനിക്ക് പ്രശ്നം വരുമെന്ന് പേടിച്ച് പിതൃകൽപ്പന ശ്രദ്ധിച്ചില്ല. എന്നുവെച്ചാൽ പിതൃകൽപ്പനയെ അങ്ങോട്ട് നന്നായി പറഞ്ഞത് നന്നായി, ഞാനിത് ചെയ്തു കൊള്ളാം എന്നൊരു വാക്ക് കൊടുത്തില്ല പ്രിയവ്രതന്. മനുവിന് വാക്ക് കൊടുത്തില്ല. ആര്? പ്രിയവ്രതൻ. എന്നിട്ട് പിന്നെ അടുത്തത് സെൻറ്റൻസും കൂടി ആണെങ്കിൽ അത് പൂർത്തിയാകുള്ളത്. അങ്ങനെ ഇരിക്കേ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വായിക്കാമേ. ആ വാക്കുകൾ നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കൊരു സംശയം. യർഹി വവഹ രാജൻ സ രാജപുത്ര പ്രിയവ്രത പരമഭാഗവതോ നാരദസ്യ ചരണോപസേവയാഞ്ജസാവഗത. അവിടെ നിർത്തിയിട്ട് പരമാർത്ഥസതത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോപനിതല പരിപാലനായ ആംനാഥ. അപ്പോൾ ഇവിടേക്ക് കോഴമായിട്ടാൽ മതി. ദീക്ഷിഷ്യമാണോപനിതല പരിപാലനായാംനാഥ പ്രവര ഗുണഗണ ഏകാന്തഭാജനതയാ പിത്രോപാമന്ത്രിതോ. പിതാവിൻ്റെ വാക്കുകൾ ഭഗവതി വാസുദേവനിൽ ഏവ അവ്യവധാന സമാധിയോഗേന നിരന്തര സമാധിയാൽ അവ്യവധാന സമാധിയോഗേന നിരന്തരമായിട്ടുള്ള സമാവേശിത സകല കാരക ക്രിയാകലാപോ നൈവാഭ്യനന്ദദ്യ യത് അഭി. അഭിനന്ദിക്കാതിരിക്കെ അഭിനന്ദിയെന്ന ഏവ അഭ്യനന്ദ യദപി അഭ്യനന്ദത് യദ്യപി നൈവ അഭ്യനന്ദത് യദ്യപി യത് അഭി യദ്യപി ഒന്നിച്ച് വായിച്ചാൽ മതിയേ. നൈവ അഭ്യനന്ദത് യത് നന്ദത് യത് അഭി യതി അഭി നൈവ അഭ്യനന്ദത് യതി അഭി നൈവ അഭ്യനന്ദത് യതി അഭി തദപ്രത്യാം ആംനാദവ്യം
തദപ്രത്യാമ്നാതവ്യം. ആ വാക്കൊന്ന് പറഞ്ഞ് പഠിച്ചോണേ. തദപ്രത്യാമ്നാതവ്യം. ആമ്നാതവ്യം കേട്ടോ. തദപ്രത്യാമ്നാതവ്യം തദധികരണാത്മനോന്യസ്മാത്. ഇവിടെ നിർത്തുക. എന്നിട്ട് അസ്മാത് അസതോപി പരാഭവം അന്വേക്ഷമാണഃ. എല്ലാ വാക്കുകളും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അഥഃ ഭഗവാനാദിദേവ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹണ അനുധ്യാന വ്യവസിത സകല ജഗദഭിപ്രായ ആത്മയോനിരാഖില നിഗമ നിജഗണ പരിവേഷ്ടിത സ്വഭവനാത് അവതതാര. കിട്ടിയില്ലേ വാക്കെല്ലാം? അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ പുരോഗതിക്കുള്ള ആ ചിന്ത കൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സറിയുന്ന ഇഷ്ടമറിയുന്ന ഭഗവാൻ ബ്രഹ്മാവ് സർവ്വവേദങ്ങളാലും അതുപോലെ തന്നെ ആ പരിവാരങ്ങളാലും ചുറ്റപ്പെട്ട് തൻ്റെ ലോകത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു. അവതാര ഇറങ്ങി വന്നു. അതാണ് അവതാരം എന്ന് പറയുന്നത്. ജനിച്ചു എന്നല്ല പറയുന്നത്, ഇറങ്ങി വന്നു. അപ്പോൾ എവിടെയോ ഉണ്ട്, അതിങ്ങോട്ട് താഴോട്ട് നമ്മളുടെ കൂട്ടത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഭഗവാന്റെയൊക്കെ അവതാരങ്ങൾ എന്ന് പറയുന്നത്. ഭഗവാൻ ജനിച്ചു എന്ന് പറയുന്നില്ല ഒരിടത്തും. ഭഗവാൻ അവതരിച്ചു. അവതാര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇറങ്ങി വന്നു എന്നാണ്. തത്ര ഗഗനതല ഉടുപതിരിവ വിമാനാവലിഭിര അനുപഥമാമര പരിവൃഢൈരഭിപൂജ്യമാന പഥിപതി ചവരോധശ സിദ്ധഗന്ധർവ സാധ്യചാരണ മുനിഗണൈര ഉപഗീയമാനോ ഗന്ധമാദനദ്രോണി അവഭാസയന്നുപസസർപ്പ. വാക്കുകൾ കിട്ടിയോ? തത്ര ഗഗനതല ഉടുപതിരിവ വിമാനാവലിഭിര് അനുപഥം എന്നാക്കിയിട്ട് പിന്നെ ആ ഒരു മാ എങ്ങ് വെട്ടിക്കളഞ്ഞാൽ അമര പരിവൃഢൈര് അഭിഭൂജ്യമാന പഥിപതി ച വരൂധശ സിദ്ധഗന്ധർവ സാധ്യ. അതിനകത്തൊക്കെ കോമ കിട്ടോ. ചാരണ മുനിഗണൈര് ഉപഗീയമാനോ ഗന്ധമാദനദ്രോണീം അവഭാസയൻ ഉപസസർപ്പ. അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ ആകാശത്തിൽ ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവനായിട്ടും അതുപോലെ തന്നെ വിമാനയുക്തന്മാരായ ദേവന്മാരാൽ പൂജിക്കപ്പെട്ടും വഴികൾ തോറും സിദ്ധന്മാർ, ഗന്ധർവന്മാർ, സാധ്യചാരണ മുനിമാരാൽ ഒക്കെ സ്തുതിക്കപ്പെട്ടും ഗന്ധമാദന പർവ്വതത്തിൻ്റെ പരിസര പ്രദേശം ശോഭിതമാക്കിക്കൊണ്ടും അവിടെ എത്തി അദ്ദേഹം. പ്രിയവ്രതൻ. തത്ര ഹവ ഏവം ദേവർഷിഹംസയാനേന പിതരം ഭഗവന്തം ഹിരണ്യഗർഭം ഉപലഭമാന സഹസൈവോദ്ധായാർഹണേന സഹ പിത്രാപുത്രാഭ്യാം ആവഹിത അഞ്ജലിരുപതസ്തേ. പ്രിയവ്രതൻ്റെ കാര്യമാണ് കേട്ടോ ഇവിടെ രാജാവെന്ന് പറഞ്ഞാൽ. അവിടെ ആകാശത്തിൽ ഇതുപോലെ തൻ്റെ ലോകത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു. ബ്രഹ്മാവ് അങ്ങോട്ട് ഇറങ്ങി വന്നു, താഴോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ ആകാശത്തിൽ ചന്ദ്രനെപ്പോലെ ശോഭിപ്പിക്കുന്നവനും വിമാനത്തിലെ ദേവന്മാരാൽ പൂജിക്കപ്പെട്ടവനും അതുപോലെ വരുന്ന വഴിയെല്ലാം സിദ്ധഗന്ധർവ മുതലായവരുടെ കീർത്തിക്കപ്പെട്ടവനും ഗന്ധവാദന പർവ്വതത്തിൻ്റെ പരിസര പ്രദേശത്തെ ശോഭിതമാക്കിക്കൊണ്ട് അവിടെ എത്തി ബ്രഹ്മാവ്. തത്ര ഹാവായേനം ദേവർഷിർഹംസയാനേന പിതരം ഭഗവന്തം ഹിരണ്യഗർഭം ഉപലഭമാന സഹസൈവോദ്ധായാർഹണേന സഹ പിത്രാപുത്രാഭ്യാം ആവഹിത അഞ്ജലിരുപതസ്തേ. വാക്കുകൾ കുഴപ്പമില്ലല്ലോ അല്ലേ? സഹസൈവോദ്ധായ അർഹണേന സഹ പിത്രാപുത്രാഭ്യാം പിന്നെ മാ വെട്ടിയിട്ട് അവഹിതാഞ്ജലി രൂപതസ്തേ. അവിടെ ഹംസവാഹനത്തോടെ, ബ്രഹ്മാവിൻ്റെ വാഹനമാണ് ഹംസം, അവിടെ എത്തിയ പിതാവും എല്ലാം അറിയുന്നവനുമായ ബ്രഹ്മാവിനെ കണ്ട് നാരദൻ ഉടനെ എഴുന്നേറ്റ് പിതൃപുത്രന്മാരോടുകൂടി പൂജിച്ച് തൊഴുതു സ്തുതിച്ചു. ഭഗവാനപി ഭാരത തദുപനീതാർഹണ സൂക്തവാഗേന സൂക്തവാഗേന അതിതരാമുദിത ഗുണഗണാവതാര
സുജയ പ്രിയവ്രതമാതിപുരുഷസ്തം ദയ ഹാസാവലോക ഇതിഹോവാച. ഇതിഹ ഉവാച ഇതിഹോവാച എന്ന് പറഞ്ഞാൽ ഇതിഹ ഉവാച. ഭഗവാനപി ഭാരത തതുപനീതാർഹണ സൂക്തവാഗേന ആദിതരാമുദിത ഗുണഗണാവതാര സുജയ പ്രിയവ്രതമാതിപുരുഷസ്തം ദയ ഹാസാവലോക ഇതിഹോവാച. അല്ലയോ ഭാരത, ഭഗവാനപി ഹോവാച. ഭഗവാനായ ബ്രഹ്മാവും നാരദനാൽ സമർപ്പിക്കപ്പെട്ട് പൂജ സ്വീകരിച്ചു. നാരദൻ കൊടുത്ത പൂജയൊക്കെ സ്വീകരിച്ചിട്ട് സ്തോത്രവർണ്ണിത ഗുണാവതാരമായ ഉത്കർഷമായി ചേർന്നവനായി കരുണാഹാസത്തോടെ കടാക്ഷിച്ച പ്രിയവ്രതനോട് ഇങ്ങനെ പറഞ്ഞു. പ്രിയവ്രതനോട് ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെയാ? ശ്രീ ഭഗവാനുവാച, അതായത് ബ്രഹ്മാവുവാച. ബ്രഹ്മദേവനെയാണ് ഭഗവാൻ ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. ബ്രഹ്മാവ് ഇതുപോലെ പറഞ്ഞു. നിബോധ, ഇനി ഇത് ശ്ലോകങ്ങളാണ് കുറേ. നിബോധതാദേതമൃതം ബ്രവീമി മാസൂയിതും ദേവമർഹസ്യ പ്രമേയം മയം ഭവസ്തേ തദയേഷ മഹർഷിർ വഹാമ സർവേ വിവശ യസ്യദിഷ്ടം. നിബോധതാദേതമൃതം ബ്രവീമി മാസൂയിതും ദേവമർഹസ്യ പ്രമേയം വയം ഭവസ്തേ തദയേഷ മഹർഷിർ വഹാമ സർവേ വിവശ യസ്യദിഷ്ടം. ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്, അതുകൊണ്ടത് കേൾക്കുക. അതുപോലെ ക്ഷുദ്രബുദ്ധിക്ക് ഗോചരനായ ഭഗവാനിൽ ദോഷം ആരോപണമരുത്, ദോഷമൊന്നും പറയരുത്. ഞാനും, അതായത് ബ്രഹ്മാവും മഹാവിഷ്ണുവും അങ്ങയുടെ പിതാവായ മനുവും അത് ഒക്കെ ഗുരുവായ ഈ മഹർഷിയുമെല്ലാം അസ്വതന്ത്രരായി ഭഗവാന്റെ ആജ്ഞയെ ശിരസാ വഹിക്കുന്നു. ഏതൊരു ഭഗവാന്റെ ആണോ ഞങ്ങളുമൊക്കെ ആജ്ഞയെ വഹിക്കുന്നത്, അത് തന്നെയാണ് നിങ്ങളും വഹിക്കുന്നത്. ആ ഭഗവാനെയാണ് നിങ്ങളും ഭജിക്കുന്നത്, മഹാവിഷ്ണുവിനെയാണെന്ന് ചുരുക്കം. അതുപോലെ ഞാൻ സത്യമാണ് പറയുന്നതെന്ന് പറഞ്ഞ് തുടങ്ങുന്നത് 12ാമത്തെ ശ്ലോകം. തസ്യ കശ്ചിത് തപസാ വിദ്യയാ വാ നയോഗവീര്യേണ മനീഷയാ വാ നൈവാർത്ഥധർമ്മൈപരതസ്വതോ വാ കൃതം വിഹന്തും ധനുഭൃത് വിഭൂയാത്. കിട്ടിയില്ലേ വാക്കുകളൊക്കെ? അത് ശ്ലോകമായതുകൊണ്ട് എളുപ്പമാണ്. ഒരു തരം പ്രാണിക്കും ജീവിക്കും ജീവനുള്ളതിനും ഭഗവാന്റെ സങ്കല്പത്തെ തപസ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ അതുപോലെ യോഗശക്തി കൊണ്ടോ അതുപോലെ ബുദ്ധി വൈഭവം കൊണ്ടോ പിന്നെ ധർമാർത്ഥ കാമങ്ങൾ അതുകൊണ്ടോ അർത്ഥധർമ്മങ്ങൾ കൊണ്ടോ അതുപോലെ വേറെ ഒരാളിൻ്റെ സഹായത്തോടു കൂടിയോ ഒറ്റയ്ക്കോ അന്യഥാകരിക്കാൻ സാധ്യമല്ല. ഭഗവാന്റെ ആ സങ്കല്പത്തെ ഭഗവാൻ എന്ത് സങ്കല്പിച്ചോ അത് നടക്കും. അതൊന്നുകൊണ്ടും എന്തൊക്കെ ചെയ്താലും അത് മാറാൻ പോകുന്നില്ല. ഭവായ നാശായ ച കർമ്മകർത്തും ശോകായ മോഹായ സദാ ഭയായ സുഖായ ദുഃഖായ ച ദേഹയോഗം. പിന്നെ മാവട്ടി അവ്യക്തദിഷ്ടം ജനതാംഗധത്തെ. ഒന്നും പറയാനില്ല ഇതിനകത്ത്, തിരുത്താനൊന്നുമില്ല. ജീവികൾക്ക് ജന്മത്തിനും മരണത്തിനും കർമ്മം ചെയ്യുന്നതിനും അതുപോലെ ദുഃഖിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും അതുപോലെ ഭയക്കുന്നതിനും ദുഃഖിക്കുന്നതിനും എന്ന് വേണ്ട സകല കാര്യങ്ങൾക്കും ഈ വ്യക്തമല്ലാത്തതായ ആ ഭഗവാനാൽ ദാനം ചെയ്യപ്പെട്ട ശരീരബന്ധം ഉണ്ടാകുന്നു. ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരബന്ധം അത് അനുഭവിച്ചേ മതിയാകൂ. അത് ഭഗവാനാൽ തന്നപ്പെട്ടതാണ്, ദാനം കിട്ടിയതാണ് നമുക്ക് ഈ ശരീരം ഭഗവാനാൽ. അതുകൊണ്ട് ശരീരബന്ധം അത് സ്വീകരിക്കുന്നു. ശരീരവുമായിട്ടുള്ള ബന്ധം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം ആണെങ്കിലും നമ്മളത് അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഈ ശരീരത്തെ നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് ജന്മത്തിനും മരണത്തിനും കർമ്മം ചെയ്യുന്നതിനും ശോകത്തിനും ദുഃഖിക്കുന്നതിനും മോഹിക്കുന്നതിനും ഭയപ്പെടുന്നതിനും ദുഃഖത്തിനും എല്ലാം വേണ്ടിയിട്ട് ഈ ശരീരം നമ്മൾ സ്വീകരിക്കുന്നു. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരം സ്വീകരിച്ചത്. ഇല്ലെങ്കിൽ ഭഗവാനിൽ ലയിച്ച് മോക്ഷം പ്രാപിച്ചതിന് നമ്മൾ ശരീരം സ്വീകരിച്ച് ഈ
ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പം നമ്മൾ ഈ അനുഭവിക്കുന്നതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ പല ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് അത് ഉണ്ടായത് തന്നെ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ആ ശരീരം ഇത് അനുഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. ശരീരം എടുത്തോ, ഇതെല്ലാം ഉണ്ടെന്നാണ് ചുരുക്കം പറഞ്ഞത്. ശരീരം എടുക്കാതിരിക്കാനുള്ള മാർഗ്ഗമാണ് ഈ പറഞ്ഞു വെക്കുന്നതെല്ലാം. അതൊരു ജ്ഞാനത്തിൻ്റെ അതുപോലെ വേദാന്തത്തിൻ്റെ ഒരു പരമകാഷ്ഠയിലുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ അതൊന്നും അറിയത്തില്ല. നമുക്ക് ജന്മം എടുക്കാൻ പോകുന്നുണ്ടോ, ജന്മം എടുത്തില്ലെങ്കിൽ എന്താ ചെയ്യാൻ പോകണം, നമുക്ക് ജന്മം ഇനി എടുത്താൽ ഇനിയിപ്പോൾ എന്നാ കുഴപ്പം, നമ്മൾ ഈ ജന്മത്തെ അതല്ലേ അറിയുന്നുള്ളൂ. ശരി, അറിയുന്നില്ല, നമുക്ക് അറിഞ്ഞുകൂടല്ലോ ഈ ജന്മം കഴിഞ്ഞിട്ടുള്ള കാര്യത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ മരണശേഷമുള്ള നമുക്കൊരു എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും അറിയത്തില്ലല്ലോ. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ അതുപോലെ സയൻസ് പറയുന്ന മോഡേൺ സയൻസ് പറയുന്ന അറിവുകൾ, അതുപോലെ തന്നെ പ്രാചീനമായിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന അറിവുകൾ, ഇതൊക്കെ ഉണ്ടെന്നല്ലാതെ ഇത് സത്യമാണെന്നൊരു തെളിവൊന്നും ഒന്നിനുമില്ല. യദ്വാചി തന്ത്യാം ഗുണകർമ്മദാമഭി സുദുസ്തരൈർ വത്സവയം സുയോജിതാഃ സർവേ വഹാമോ ബലിമീശ്വരായ പ്രോതാ നസീവ ദ്വിപദേ ചതുഷ്പദഃ. അതുകൊണ്ട് യദ്വാചി തന്ത്യാം ഗുണകർമ്മദാമഭി, നമ്മളെല്ലാം ഭഗവാന്റെ വാക്ക് രൂപമായ ഭഗവാന്റെ വാക്കാണ് വേദം. അതിൽ കയറി ഗുണകർമ്മങ്ങളാകുന്ന ചെറിയ ചെറിയ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട് മൂക്കുകയറിട്ട കന്നുകാലികളെപ്പോലെ പശുക്കളെപ്പോലെ അവയുടെ യജമാനൻ എന്ന പോലെ ഭഗവാന് ബലിയാകുന്നു. ഇത് ഭഗവാൻ മൂക്കയറിട്ട് പിടിച്ചു വച്ചിരിക്കുക. അതുകൊണ്ട് ഭഗവാന്റെ ബലിമൃഗമായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്നു. ഈശാഭിസൃഷ്ടം ഹ്യവരുദ്മഹേങ്ക എന്നേ ഉള്ളൂ കേട്ടോ. ഹി അവരുദ്മഹേങ്ക ദുഃഖം സുഖം വാ ഗുണകർമ്മസംഘാത ആസ്ഥായ തത്തത് എന്നിട്ട് പിന്നെ യദയുക്ത നാഥഃ ചക്ഷുഷ്മതാന്ധ ഇവ നീയമാന. ഇതിനകത്ത് തിരുത്താനുണ്ട്. ഈശാഭിസൃഷ്ടം ഹി അവരുദ്മഹേങ്ക എന്ന് വരിക. പിന്നെ ദുഃഖം സുഖം വാ ഗുണകർമ്മസംഘാത, ഇതിനകത്തൊന്നും പ്രയാസമില്ല. ആസ്ഥായ തത്തത് അതയുക്ത നാഥഃ ചക്ഷുഷ്മതാന്ധ ഇവ നിയമാനാഹ. ഭഗവാൻ ഓരോരോ ആളുകളുടെ ഗുണകർമ്മത്തിലെ ആ പൂർവ്വസംഘമനുസരിച്ച് ഏതേത് ശരീരം തരുന്നുവോ, പൂർവ്വ ജന്മത്തിലുള്ള കാര്യങ്ങളും കൂടെ വെച്ചുകൊണ്ട് ഈ ജന്മത്തിൽ നമുക്കൊരു ശരീരം തരുന്നത്, ആ കണ്ണുള്ളവനാൽ നയിക്കപ്പെടുന്ന അന്ധരെന്ന പോലെ ഭഗവാൻ നൽകിയ ദുഃഖമോ സുഖമോ അനുഭവിക്കുന്നു. സത്യം മനസ്സിലായില്ലേ? ഒന്നുമില്ല. ഭഗവാൻ തന്നിരിക്കുന്നത് സുഖമാണെങ്കിൽ അത് അനുഭവിച്ചോളുക, ദുഃഖമാണെങ്കിൽ അതും അനുഭവിച്ചോളുക. അത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്ന പൂർവ്വജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ജന്മം എടുത്തത്. പൂർവ്വജന്മത്തിൽ നമുക്ക് മോക്ഷം കിട്ടാഞ്ഞിട്ടാണല്ലോ നമ്മൾ ജന്മം എടുത്തത്. അപ്പോൾ കുറച്ച് നാളും കൂടെ ഇവിടെ നിന്ന് കിടന്ന് ദുഃഖം അനുഭവിക്കണമായിരിക്കും, അല്ലെങ്കിൽ കുറേ സുഖം അനുഭവിക്കണം. രണ്ടാണേലും ഒരുപോലെയാണ്. സുഖം അനുഭവിച്ച് തീരുമ്പോൾ ദുഃഖം, അത് ഏത് വേണമെന്ന് നമ്മളോട് അവിടുത്തെ വെച്ച് ചോദിക്കുമെന്ന് പറയാറുണ്ട് ഗരുഡപുരാണത്തിൽ. അത് സത്യമാണോ എന്നറിയത്തില്ല. അപ്പം നമ്മൾ ആദ്യം ഓപ്റ്റ് ചെയ്യുന്ന തന്നെയാണോ അത് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യമേ ദുഃഖം വന്ന് തീർന്നവർക്ക് അത് തീർന്നു, പിന്നത്തെ സുഖമായിരിക്കും. അങ്ങനെ നമ്മൾ ആൾക്കാരുടെ കാര്യം പറയാറുണ്ട്. അല്ല, പണ്ടൊക്കെ നല്ല ഇതായിട്ടായിരുന്നു, കല്യാണം കഴിഞ്ഞേ പിന്നെ ദുഃഖം. ചിലർ പറയും അത് കഴിഞ്ഞാണ് സുഖം, അതിന് മുമ്പ് ഭയങ്കര ദുഃഖമായിരുന്നു എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. എന്നുവെച്ചാൽ ഭഗവാൻ തന്നിരിക്കുന്ന ഈ ശരീരം ദുഃഖവും സുഖവും അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് അത് കിട്ടിയതിനെയൊക്കെ സന്തോഷമായിട്ടാണെങ്കിൽ സന്തോഷിച്ചുകൊള്ളുക, ദുഃഖമാണെങ്കിൽ ദുഃഖിച്ചുകൊള്ളുക. മുക്തോപി താവത് ബിഭ്രിയാസ്വദേഹം ദേഹം എഴുതിയിട്ട് പിന്നെ അത് ആരബ്ധമസ്നൻ അഭിമാനശൂന്യ. ആരബ്ധമസ്നൻ അഭിമാനശൂന്യ യഥാനുബോധം പ്രതിയാത നിദ്രഹ കിം അന്യദേഹായ ഗുണ ന വൃക്തേ. ആ പ്രാരബ്ധമുള്ള കാലം വരെ ഉണർന്നവൻ സ്വപ്നത്തിൽ അനുഭവിച്ച വസ്തുവിനെ എന്ന പോലെ മുക്തനും തൻ്റെ ആ പ്രാരബ്ധങ്ങൾ കൊണ്ട് അഭിമാനം ഒട്ടുമില്ലാതെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ ദേഹം ധരിക്കണം. ഒന്നും പറയാതെ, കാരണം ഇതെനിക്ക് കിട്ടാനുള്ളതാണ്, അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അത് ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കണം. എന്നാൽ മറ്റൊരു ദേഹം ആരംഭിക്കാനുള്ള ഗുണങ്ങളെ ഭജിക്കുകയില്ല. നമുക്കിനി വേറൊരു ജന്മം കിട്ടണമെന്ന് വിചാരിച്ച് ഭജിക്കുകയില്ല. അങ്ങനെ ഒരു ഭജന നമ്മളും ചെയ്യാറില്ലല്ലേ? അടുത്ത ജന്മം ഞാൻ ഇന്നതായിട്ട് ജനിക്കണം എന്ന ഒരു വിചാരം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല.
ഭഗവാനെ എനിക്ക് ഇതെൻ്റെ ദുഃഖങ്ങൾ മാറ്റിത്തരണമേ. ഇതാണ് നമ്മളെപ്പോഴും പറയുന്നത്, അല്ലാതെ വേറൊന്നും പറയാറില്ല. എന്നിൽ അങ്ങ് പ്രസാദിക്കണമേ അതും പറയാറുണ്ട്. അല്ലാതെ നമുക്ക് അടുത്ത ജന്മം വേണമെന്ന് നമ്മളൊരിക്കലും ആവശ്യപ്പെടാറില്ല അല്ലേ. പക്ഷെ അറിയാതെ നമ്മളിൽ അടുത്ത ജന്മത്തിലൂടെ നമ്മൾ പോവുക ചിലപ്പോൾ. ഭയം പ്രമത്തസ്യ വനേഷു അപി സ്യാത് യതഃ സ ആസ്തേ സഹഷഡ് സപത്നഃ ജിതേന്ദ്രിയസ്യ ആത്മരതേർ ബുധസ്യ ഗൃഹാശ്രമ കിംന്നു കരോത്യവദ്യം. ഭയം പ്രമത്യസ്യ വനേഷു അപി സ്യാത് യതഃ സ ആസ്തേ സഹഷഡ് സപത്നഃ ജിതേന്ദ്രിയസ്യ ആത്മരതേർ ജിതേന്ദ്രിയസ്യ ആത്മരതേർ ബുധസ്യ ഗൃഹാശ്രമ കിംന്നു കരോത്യവദ്യം. അതുകൊണ്ട് ഒരു പ്രമത്തന് ഭ്രമിച്ചവന് വനങ്ങളിൽ ഭയമുണ്ടാകും. വനത്തിൽ ജീവിക്കാൻ ഭയമുണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളും മനസ്സും 6 ശത്രുക്കളോടുകൂടി വർത്തിക്കുന്നു. എവിടെ ചെന്നാലും, ഏത് സ്ഥലത്ത് ചെന്നാലും, അത് കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഈ ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇങ്ങനെയുള്ള 6 ശത്രുക്കളോടുകൂടി വർത്തിക്കുന്നു. ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച്, അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ 6 ശത്രുക്കളോടുകൂടി വർത്തിക്കുന്നു. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ആത്മാരാമനും, അതായത് ആത്മാവിൽ സന്തോഷിക്കുന്നവനുമായ ഒരു ജ്ഞാനിക്ക് ഈ ഗൃഹസ്ഥാശ്രമം എന്ത് ദോഷമാണ് ചെയ്യുക? അവിടെയാണ് പ്രസക്തമായ ഉത്തരം നമുക്കായിട്ട് തരുന്ന ഉത്തരം. എവിടെയാണേലും എന്നാ താമസിക്കുന്നത്, ഏത് വനത്തിൽ പോയി നമ്മൾ തപസ് ചെയ്യാൻ പോയാലും അവിടെയും നമുക്ക് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും നമ്മളെ കീഴ്പ്പെടുത്തുന്നു. ഈ 6 ശത്രുക്കളോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടോ ആ ഇന്ദ്രിയങ്ങളും മനസ്സും ഇതെപ്പോഴും ഇങ്ങനെ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവിടെയാണെങ്കിലും ആ ഇന്ദ്രിയങ്ങളെ ജയിച്ചവന്, ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവന്, ഇന്ദ്രിയങ്ങളോട് ആ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് സുഖം തരുന്നതിനെ കാണുമെന്ന് എപ്പോഴും ആഗ്രഹിക്കാതിരിക്കുന്ന, നാവിൻ്റെ രുചി അനുസരിച്ച് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കഴിക്കാതിരിക്കുക, അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ കൊല്ലുന്നവരെ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകൾ കൊണ്ടും തെറ്റുകൾ ചെയ്യാതിരിക്കുക, മനസ്സുകൊണ്ടും നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക. അത് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒന്നും ചെയ്യാതിരിക്കുന്നവന് ഗൃഹമാണെങ്കിലും വനമാണെങ്കിലും ഒന്നുപോലെ തന്നെയാണ്. അതുകൊണ്ട് ചോദ്യം എന്നതാ, ഗൃഹസ്ഥാശ്രമം എങ്ങനെയാണ് പ്രിയവ്രതൻ കൊണ്ടുപോയത്? അതിൻ്റെ ഇത്രയും ജ്ഞാനിയായ ആളിന് ഗൃഹസ്ഥാശ്രമത്തിനോട് ഇത്ര ശക്തി ഉണ്ടായി, അതെങ്ങനെ സാധിച്ചു? അത് സാധിക്കേണ്ട കാര്യമല്ലല്ലോ, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമല്ലല്ലോ ഗൃഹസ്ഥാശ്രമി ആയിരിക്കുന്നത്. പിന്നെ എങ്ങനെ പ്രിയവ്രതനായെന്നാണ് രാജാവ് ചോദിച്ചതിനാണ് ശുഗൻ മറുപടി പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ബ്രഹ്മാവിനോട് നാരദരോട് ബ്രഹ്മാവ് വന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നത്. ത്വബ്ജനാഭാഘ്രി സരോജകോശ ദുർഗാശ്രിതോ നിർജിതഷഡ് സപത്നഃ ഭുങ്ഷ്വേഹ ഭോഗാൻ പുരുഷാദിദിഷ്ടാൻ വിമുക്തസംഗ പ്രകൃതിം ഭജസ്വ. ത്വം തു അബ്ജനാഭാഘ്രി സരോജകോശ ദുർഗാശ്രിതോ നിർജിത ഷഡ് സപത്നഃ ഭുങ്ഷ്വേഹ ഭോഗാൻ പുരുഷാദിദിഷ്ടാൻ വിമുക്തസംഗ പ്രകൃതിം ഭജസ്വ. ഭഗവാന്റെ താമരപ്പൂ പോലെയുള്ള ആ പാദമാകുന്ന ആ ഒരു വലിയ വലിയൊരു കോട്ടയെ ആശ്രയിച്ച്, അതുകൊണ്ട് ഇന്ദ്രിയങ്ങളായിരുന്ന ശത്രുക്കൾ, ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശത്രുക്കളാണ് സത്യത്തിൽ, അതിനെ ജയിച്ച് അങ്ങ് ഭഗവാൻ അറിഞ്ഞു തന്ന ആ സുഖങ്ങൾ ആദ്യം ഇവിടെ വെച്ച് അനുഭവിക്കുക. അതങ്ങ് സന്തോഷമായിട്ട് ജീവിക്കാൻ തന്ന എന്താണെന്ന് വെച്ചാൽ അതങ്ങ് അനുഭവിക്കുക. പിന്നീട് ഇതിനകത്തു നിന്നെല്ലാം അതിനെല്ലാം പരിത്യാഗിയായിട്ട് ആത്മനിഷ്ഠ പ്രാപിക്കുക. എന്നിട്ട് നിങ്ങൾ ആത്മനിഷ്ഠ പ്രാപിക്കുക. ആദ്യം ഈ കിട്ടിയതെല്ലാം അനുഭവിക്കാനാണല്ലോ ശരീരം ഇങ്ങോട്ട് വിട്ടത്. അതൊക്കെ അനുഭവിച്ചതിന് ശേഷം ഒരു സമയം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം വിട്ട് ആത്മാരാമനായിട്ട് അതിന് വേണ്ടിയിട്ട് പോവുക. ഹരി ഓം.